ഹായ് ഫ്രണ്ട്സ്, ഒരു മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം മഷ്റൂം മാരിനേറ്റ് ചെയ്യണം. മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി ഒന്ന് മാറ്റി വെച്ചു. അതിനുശേഷം ഒരു കടായിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു. കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക് ഒരു 3-4 പച്ചമുളക് അരിഞ്ഞത്, ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി അതൊരു നന്നായിട്ട് സോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സവോള ഇട്ടു. നിങ്ങൾക്ക് എത്രമാത്രം മഷ്റൂംസ് ഉണ്ട് അതിനനുസരിച്ച് സവോള ഇടാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത്, സവോള പെട്ടെന്ന് വഴറ്റാൻ വേണ്ടി ഉപ്പ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ കുരുമുളക് പൊടി ചേർത്തു, കുറച്ച് മസാല ചേർത്തു, കുറച്ച് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു, 1 സ്പൂൺ മസാല, 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തു. അതിനുശേഷം ബേബി തക്കാളി ഉണ്ടായിരുന്നു, ചെറിയ തക്കാളിയാണ്, ചെറുതാണ്, അത് നമ്മൾ ചേർത്തു. നല്ല ടേസ്റ്റാണ് ചേർക്കുമ്പോൾ. നന്നായിട്ട് അതൊന്ന് പച്ചമണം മാറുന്നതിൽ ഇളക്കിയതിന് ശേഷം നമ്മുടെ മഷ്റൂം മാരിനേറ്റ് ചെയ്ത മഷ്റൂം ചേർക്കുന്നു. മഷ്റൂം എളുപ്പം വേവുന്ന സാധനമാണ്, ഒരുപാട് വേവണ്ട. അപ്പോൾ അതാണ് ഇതിന് ഏറ്റവും എളുപ്പം, ഇത് ഉണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് മഷ്റൂം റോസ്റ്റ്. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കുറച്ചൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു. ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. ലിഡ് വെച്ച് അടച്ചു വെച്ചു. ഫൈനലി നമ്മൾ ക്യാപ്സിക്കോ ചേർത്തു, ഗ്രീൻ ക്യാപ്സിക്കോ യെല്ലോ ക്യാപ്സിക്കോ ചേർത്തു. ഇത് ഒരുപാട് വേവണ്ട, കാരണം നമുക്കത് കഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കട്ടിക്കാൻ വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. നല്ല കളർഫുൾ ആയിരിക്കും കറി, അതും കൂടെ ചേർത്ത് ഉദ്ദേശമാണ് 2 കളറിലെ ക്യാപ്സിക്കം ചേർത്തത്. അത് നന്നായിട്ട് സോട്ട് ചെയ്തു, അത് ഒരു 5 മിനിറ്റ് വേവിക്കുന്നു. നല്ലൊരു ഡിഷാണ് ഇത്. മഷ്റൂം റോസ്റ്റ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ റൈസിൻ്റെ കൂടെ ഇത് കഴിക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.